വിദേശ വിപണിയിൽ വൻ മാർക്കറ്റുള്ള മഡ് ക്രാബ് അഥവാ പച്ചക്കാലൻ ഞണ്ട് കൃഷിയിൽ വിജയം തീർക്കുകയാണ് കാസർഗോഡ് ഐറ്റിയിലെ ഷിബിൻ. കിലോയ്ക്ക് 2200 മുതൽ 3000 രൂപ വരെയാണ് വില. കവായ് കായൽ ബോക്സുകളിലാക്കി വളർത്തുന്ന പച്ചക്കാലൻ ഞണ്ട് കയറ്റുമതിക്കായി ചെന്നൈയിലേക്കാണ് കൊണ്ടുപോകുന്നത്. കായൽ ജലത്തിൽ ബോക്സുകളിലാക്കി വളർത്തുന്ന പച്ചക്കാലൻ ഞണ്ടിന്റെ വലിപ്പവും നിറവും ആരെയും ഒന്ന് ആകർഷിക്കും. 1 കിലോയ്ക്ക് മുകളിൽ തൂക്കമെത്തിയ ഞണ്ടുകൾ കാഴ്ചയിൽ ഗംഭീരം. കവായിക്കായലിലെ ഷിബിന്റെ ഞണ്ട് കൃഷി ആരുമൊന്ന് നോക്കി നിൽക്കും. വിദേശ വിപണിയിൽ വൻ മാർക്കറ്റുള്ള മഡ് ക്രാബ് അഥവാ പച്ചക്കാലൻ ഞണ്ട് കൃഷി 2020 മുതലാണ് ഷിബിൻ തുടങ്ങിയത്. 1.5 കിലോ വരെ തൂക്കമുള്ള പച്ചക്കാലൻ ഞണ്ടുകൾ ഇവിടെ നിന്ന് വിദേശ കയറ്റുമതിക്കായി ചെന്നൈയിലേക്കാണ് കൊണ്ടുപോകുന്നത്. കിലോവിന് മാർക്കറ്റ് വില 3000 രൂപ വരെ ഉയരും. 3/4 കിലോ മുതൽ 1 കിലോ വരെ തൂക്കമുള്ള ഞണ്ടുകൾക്ക് 1800 മുതൽ 2200 രൂപ വരെ നിലവിൽ വിലയുണ്ട്. ഏറ്റവും കൂടുതൽ വിദേശ മാർക്കറ്റിൽ ലഭിക്കുന്ന മത്സ്യയിനത്തിൽ കയറ്റുമതി ചെയ്യപ്പെടുന്ന ഒരു ഇതന്നെയാണ് ഈ പച്ചക്കാലൻ ഞണ്ട്. പുഴയിൽ പോകുന്ന മത്സ്യബന്ധനത്തിൽ പോകുന്ന ആൾക്കാരെടുക്കുന്ന ലഭിക്കുന്ന വാട്ടർ ക്രാബ് കളക്ട് ചെയ്ത് അത് 1 മാസം 1.5 മാസത്തോളം തീറ്റ കൊടുത്തിട്ട് മഡ് ക്രാബാക്കി മാറ്റുന്ന കൃഷി രീതിയാണ് നിലവിൽ ഞാൻ ചെയ്യുന്നത്. കായൽ ജലത്തിലെ ഉപ്പിന്റെ അളവും ലഭിക്കുന്ന തീറ്റകളും ഇവയുടെ വളർച്ചയ്ക്ക് പ്രധാന ഘടകമാണ്. പുഴകളിൽ നിന്നും കായലുകളിൽ നിന്നും മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിക്കുന്ന വാട്ടർ ക്രാബുകൾ 500 രൂപ നിരക്കിൽ വാങ്ങി 1.5 മാസം വരെ വളർത്തിയാണ് കയറ്റുമതിക്കായി ഷിബിൻ തയ്യാറാക്കുന്നത്. ആഴ്ചയിൽ 20 എണ്ണം വീതം ഏജന്റ് മുഖാന്തരം ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്നു. കിലോന് മുകളിലുള്ള ഞണ്ടാണ് ഞാൻ എടുക്കൽ. ആ ഞണ്ട് മാത്രമേ ഞാൻ എടുക്കല്ലോ. 1/2 കിലോ പ്ലസ് വരുന്ന ഞണ്ട്. 1 കിലോ ഫുള്ള് തൂങ്ങുന്ന ഒരു ഞണ്ടിന് നിലവിൽ 2800-3000 രൂപ മാർക്കറ്റുണ്ട്. നിലവിൽ 150 ബോക്സുകളിലായാണ് കവായ് കായലിലെ ഞണ്ട് വളർത്തൽ. ഇവയുടെ വളർച്ചയ്ക്കായി മത്തി 2 നേരങ്ങളിൽ തീറ്റയായി നൽകുന്നു. കായൽ ആസ്വാദനത്തിനായി എത്തുന്നവർക്ക് ഇതൊരു പ്രധാന കാഴ്ച തന്നെ. 2020 മുതൽ തുടങ്ങിയ ഈ പച്ചക്കാലൻ ഞണ്ട് കൃഷി വലിയ വിജയമായി മാറിയിരിക്കുകയാണ് ഷിബിൻ്റെ ജീവിതത്തിൽ. ക്യാമറമാൻ സതീഷ് ഉദുമയ്ക്കൊപ്പം കാസർഗോഡ് കവായ് കായലിൽ നിന്നും അനൂപ് നീലേശ്വരം, അമൃത ന്യൂസ്, കാസർഗോഡ്.